ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ആലപ്പുഴയിൽ ഇന്ത്യ സഖ്യം വളരെ സജീവമായിരിക്കുകയാണ്. BJP നിർണായക ശക്തിയായതോ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായതോ ആയ പഞ്ചായത്തുകളിൽ ഇന്ത്യ സഖ്യം ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് ഞങ്ങളുടെ ആലപ്പുഴ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സുധീഷ് ഗോപാൽ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാണ്. സുധീഷ്, ഈ കഴിഞ്ഞ 5 വർഷം രമേശ് ചെന്നിത്തലയുടെ സ്വന്തം നാടായിട്ടുള്ള ചെന്നിത്തല ഗ്രാമപഞ്ചായത്തിൽ ഈ LDFും UDFും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് BJP അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തിയത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് കിട്ടിയ വിജയം ശബരിമല വിഷയത്തിലുള്ള LDFിനെതിരായ ജനവികാരമാണെന്ന് പറയുന്ന UDFന് എങ്ങനെയാണ് ഒരു ഉളുമ്പുമില്ലാതെ ഇതേ LDFുമായി സഖ്യമുണ്ടാക്കാൻ പറ്റുന്നത്? സുധീഷ്, അതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വോട്ട് ചെയ്ത വോട്ടർമാരെയും ആശ്ചര്യപ്പെടുത്തുന്നത്. കാരണം അവരുടെ എല്ലാം മുന്നിൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ആയുധമാക്കിയതും ശബരിമല കൊള്ളയും കഴിഞ്ഞ 5 വർഷം ഭരിച്ച പഞ്ചായത്തിലെ പോരായ്മകളും എല്ലാം ചൂണ്ടിക്കാട്ടി വോട്ട് ചോദിച്ച ശേഷം അതിന്റെ അനുസരിച്ച് അവർ അവരുടെ ജനഹിതം രേഖപ്പെടുത്തിയപ്പോൾ 5 NDA ജയിച്ചു വന്നു, BJP ജയിച്ചു വന്നു, മറ്റു 2 തുല്യാതുല്യമായും NDA ഉണ്ട്. അതായത് 7 പഞ്ചായത്തുകളിൽ അധികാരത്തിലെത്താനുള്ള സാധ്യതയുണ്ട് NDA. ഈ ഒരു സാഹചര്യത്തിൽ LDFും UDFോട് ഒന്നിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അത് എന്ത് രാഷ്ട്രീയ മര്യാദയാണെന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. ഇത്ര കണ്ട് മാറ്റി നിർത്തപ്പെടേണ്ടവരാണെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചിട്ട് ആ തരത്തിൽ തന്നെ ജനങ്ങൾ വോട്ട് ചെയ്ത് അവരെ മാറ്റി നിർത്തുമ്പോൾ അവർക്ക് വേണ്ടി ഇല്ലെങ്കിൽ അവരുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് വീണ്ടും ഭരണത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം, ആ നെറിയട്ട രാഷ്ട്രീയത്തെയാണ് ജനങ്ങൾ, ഈ വോട്ട് ചെയ്ത ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ ആലപ്പുഴയിലെ ബുധനൂരും അതോടൊപ്പം തന്നെ നീലംപേരൂരും ഇവിടെ ബാക്കി എല്ലാവരോടും ഒരുമിച്ച് നിന്നാലും, അതായത് സ്വതന്ത്രനടക്കം ഒരുമിച്ച് നിന്നാലും ടോസിലൂടെ മാത്രമേ BJPയെ പരാജയപ്പെടുത്താൻ സാധിക്കൂ. എന്നിട്ട് പോലും അതിനുള്ള ചരടുവലികളാണ്. അത്തരത്തിൽ ടോസിലൂടെയെങ്കിലും BJPയെ ഒഴിവാക്കി നിർത്താൻ കഴിയുമോ എന്ന ഒരു ശ്രമമാണ് നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ചെന്നിത്തലയിലും തിരുവനന്തപുരം ഇത്തവണയും UDFും LDFും ചേർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ഇവിടെ എല്ലാം തന്നെ ഇവർ മറ്റൊരു അടവ് നയം കൂടി പരിശ്രമിക്കുന്നുണ്ട്. അതായത് സ്വതന്ത്രരുള്ളിടത്ത് സ്വതന്ത്രനെ പ്രസിഡന്റ് ആക്കുക. എന്നാൽ പോലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുടെ ആളെ തിരഞ്ഞെടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴും ഇവർ ഒരുമിച്ചാണ് എന്ന കള്ളി പുറത്താവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അല്ലാത്ത പക്ഷം ഇവർ പരസ്യമായി പറയുക, ഞങ്ങൾ പരസ്പരമല്ല പിന്തുണച്ചത്, ഒരു സ്വതന്ത്രനെയാണ് BJPയെ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്താൻ ഒരു സ്വതന്ത്രനെ പിന്തുണയ്ക്കുകയായിരുന്നു എന്ന് പറയും. പക്ഷേ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് സാധിക്കാതെയും വരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ കള്ളക്കളി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. രാഷ്ട്രീയ മര്യാദ വെച്ച് അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന ആവശ്യമാണ് പൊതുവെ ഉയരുന്നത്. ഇത് ഏറ്റവും കൂടുതലായി ഇത്തരം ഒരു ശ്രമം കഴിഞ്ഞ തവണയും നടന്നത് ചെങ്ങന്നൂർ നിയോജകമണ്ഡലത്തിൽപ്പെട്ട തിരുവമ്പാടി, ചെന്നിത്തല, പാണ്ടനാട് പഞ്ചായത്തുകളിലായിരുന്നു. അതിനോട് സമാനമായ രീതിയിൽ തന്നെ ഇത്തവണ ജില്ലയിൽ ഒട്ടാകെ തന്നെ CPM കോൺഗ്രസ് ഒത്തുകളി രാഷ്ട്രീയം അത് BJPയെ ഒഴിവാക്കാൻ എന്ന പേരിൽ നടപ്പാക്കാൻ തന്നെയാണ് അവർ കരുനീക്കം നടത്തുന്നതും. ഗൗതം, എന്തായാലും ആലപ്പുഴ ജില്ലയിൽ വ്യാപകമായി ഈ ഇന്ത്യ സഖ്യം നേരത്തെ തന്നെ ഉള്ളതാണ്. ആലപ്പുഴയിലെ തിരുവൻമണ്ടൂർ ഗ്രാമപഞ്ചായത്ത് BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. വർഷങ്ങളായിട്ട് തന്നെ BJP അവിടെ വളരെ പ്രധാനപ്പെട്ട നിർണായക ശക്തിയാകുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. പക്ഷെ അവിടെ നോക്കൂ, കഴിഞ്ഞ തവണ ഒരു സ്വതന്ത്രനെ മുൻനിർത്തിക്കൊണ്ട് UDFും LDFും അവിടെ BJPക്ക് ലഭിച്ച മാൻഡേറ്റ് അട്ടിമറിച്ചിരുന്നു. ഒപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ച ചെന്നിത്തല, രമേശ് ചെന്നിത്തലയുടെ സ്വന്തം നാടായിട്ടുള്ള ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷം കോൺഗ്രസും CPMും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഭരിച്ചത്. അതുപോലെ തന്നെ ചെങ്ങന്നൂരിൽ BJP ഭരിക്കേണ്ട സമയം ഇതിനകം തന്നെ അതിക്രമിച്ചു കഴിഞ്ഞു. പക്ഷേ അവിടെ ക്രോസ് വോട്ടിംഗ് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് BJPയെ ചെങ്ങന്നൂർ നഗരസഭയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമം ഈ 2 മുന്നണികൾ നടന്നു. അപ്പോൾ ഇന്ത്യ സഖ്യം അത് കേരളത്തിലും വളരെ സജീവമാണ്. പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുന്നുണ്ടെങ്കിൽ പോലും പരസ്പര ധാരണയോടുകൂടിയാണ് ഈ 2 മുന്നണികളും കേരളത്തിൽ ജനവിധി തേടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഈ തവണയും വിവിധ പഞ്ചായത്തുകളിൽ BJPക്കെതിരെ ഈ സഖ്യം കൂടുതൽ പിടിമുറുക്കുന്നുവെന്നാണ് സുധീഷ് ഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.